സുഹൃത്തുക്കളെ, ഇന്ന് വീട്ടിലെ ചെറിയൊരു വിളവെടുപ്പാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ മല്ലികപ്പൂവിനോട് ചേർന്നിരിക്കുന്ന വള്ളി എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പീച്ചിങ്ങ വള്ളി. ഇതിന് കാട്ടുപീച്ചിൽ എന്നാണ് പറയാറുള്ളത്. ഈ പീച്ചിങ്ങ വള്ളിയിൽ നിന്നും 3 പീച്ചിങ്ങ നമ്മൾ ഇന്ന് വിളവെടുത്തിട്ടുണ്ട്. ഇതുപോലെ മൂപ്പത്താത്ത പീച്ചിങ്ങയാണ് ഉപയോഗത്തിന് പറ്റുകയുള്ളൂ. ഇതിനേക്കാൾ അല്പം മൂത്താൽ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഞാനിവിടെ പീച്ചിങ്ങ പറിച്ചപ്പോൾ ചെറിയ ചെറിയ ആൺപൂക്കൾ, പീച്ചിങ്ങയുടെ ആൺപൂക്കൾ വീണിട്ടുണ്ട്. ഇതുപോലുള്ള വള്ളികൾ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ മരങ്ങളിലേക്ക് കയറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത വിളവെടുപ്പ് കാണാം. ഇത് അല്പം പഴുത്ത റെഡ് ലേഡി പപ്പാഴയാണ്. ഇത് കണ്ടാൽ പഴുക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നന്നായി പഴുത്തിട്ടുണ്ടാവും. റെഡ് ലേഡി പപ്പായയുടെ പ്രത്യേകതയാണ് ഇതിന് നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, നന്നായി പഴുത്തിട്ടുണ്ട്. മാത്രവുമല്ല ധാരാളം കുരുകളുമുണ്ട് ഇതിൽ. അടുത്ത വിളവെടുപ്പ് നല്ല പൂവൻ പഴത്തിൻ്റെ കുലയാണ്. ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് പാകമായോ എന്ന് നോക്കുകയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ കുല നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് മൂപ്പത്തി പൊട്ടിക്കേറിയത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, കൊല വെട്ടി. ഈ സൂം ഇൻ ചെയ്ത് നോക്കുന്ന ഫോണ് വിവോ X200 Pro എന്ന ഫോണാണ്. ഞങ്ങൾ സാധാരണ വീട്ടിൽ വാഴക്കുല പഴുപ്പിക്കുന്നത് ഇതുപോലെ അടുപ്പിന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടാണ്. ഏകദേശം കൊല പഴുത്തതായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നല്ലൊരു അറിവുമായി ഉടനെ കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു.